ഇത് പുത്തൻ ലോകത്തിലെ ഇന്നത്തെ വാക്ക് ഒരു മിനിറ്റ്. പൂക്കി എന്ന് പറയുന്ന ഒരു വാക്ക് ചില തരത്തിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു വാക്കാണ്. അത് ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ആദ്യം ഈ റിബണിനെ പറ്റി പറയണം. ഈ ഒരു റിബൺ എന്ന് പറഞ്ഞാൽ ഇവരെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ പൂക്കികളെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു റോസ് കളർ, ഇതിലിപ്പോ റോസ് കളർ ആണോ ആണെന്ന് അറിയില്ല, അപ്പൊ എന്തായാലും റോസ് കളർ ആണ് കേട്ടോ. അപ്പൊ റോസ് കളർ റിബൺ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൂക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ക്യൂട്ട്നെസ് ഓവറായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ക്യൂട്ടാണ്, അവർക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവർ തൊട്ട് തീണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ കാണിക്കില്ല. അവർ ക്യൂട്ട്നെസ് ഇങ്ങനെ വേറി വിതറിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സാധനങ്ങൾ, അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും കടയിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ക്യൂട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അയ്യോ ഇതെന്താ ഇത് ഭയങ്കരമായിട്ട് അവരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അവർ കാണിക്കും. നമുക്ക് തന്നെ തോന്നും ഇതെന്തോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ, ഇത്ര ഇങ്ങനെ പറയാൻ എന്തോ നമുക്ക് തോന്നും, ഭ്രാന്തായോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇവർ ഈ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ CID മോസിലെ ബിന്ദു പണിക്കരായിട്ട് മാറും. അതുപോലെ തന്നെ പാർട്ട്ണറുടെ പെറ്റായിട്ട്, അതായത് അത്രയും ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിഞ്ചൊക്കെ കാണിച്ച്, നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിഞ്ച് പറയുന്നത്, അപ്പൊ അതൊക്കെ കാണിച്ച് ഇങ്ങനെ ഭയങ്കര ബന്ധമാണ്, നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് പറയാറുണ്ട്, പൂക്കി എന്ന് പറയാറുണ്ട്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹാപ്പി ആക്കും, എനിക്ക് കൊച്ചു പിള്ളേരുടെ മനസ്സാണെന്ന് ബാക്കിയുള്ളവരൊന്ന് അറിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പൂക്കി കാണിക്കുന്നത്. അപ്പൊ എന്താണ് പൂക്കി എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം.